മീര, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. 2023 ജനുവരി 10 ആദ്യമായിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2019 അവസാനം ഞാനൊന്ന് വീണു വീട്ടിൽ തന്നെ. പക്ഷേ എൻ്റെ മുട്ടിൻ്റെ കാർട്ടിലേജും ലിഗ്മെൻറ്റും പൊട്ടി, ടേറ് വന്നു. അതിന് ശേഷം എനിക്കൊന്ന് സ്റ്റെപ്പ് കയറാനോ നടക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും എനിക്ക് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് വേണമായിരുന്നു. ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ആ സമയത്ത് തന്നെ എനിക്ക് എയ്ഡഡ് സ്കൂളിലെ ടീച്ചറായിട്ട് UP ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. ആ സമയത്ത് എനിക്ക് ജോലി കിട്ടി. പക്ഷെ സ്കൂളിലേക്ക് പോകാനോ വരാനോ, അതായത് ബസ്സിൽ കയറാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ എന്നെ ഹസ്ബൻഡ് ഡെയിലി കൊണ്ടാക്കും, കൂട്ടിയിട്ട് വരും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ സാലറി പാസ്സായി കിട്ടിയിട്ടില്ല. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടാനും കൊണ്ടുവിടാനും നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനും ജോലിക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ വല്ലാത്ത സങ്കട ഒരവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മമ്മിയും ചേച്ചിയും പറഞ്ഞതനുസരിച്ച് ഞാൻ കൃപാസന അമ്മേനെക്കുറിച്ച് അറിയുകയും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതുവഴിയായിട്ട് ഫസ്റ്റ് ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കാല് റെഡിയാവുകയും ഞാനിപ്പോൾ ഇവിടെ വന്നതും സ്റ്റെപ്പ് കയറിയൊക്കെ ഇറങ്ങിയൊക്കെ മേലെ കയറിയൊക്കെ പോയി. അതായത് എനിക്ക് കാലിന് മുട്ടിന് എനിക്ക് സൗഖ്യം ലഭിച്ചു. സ്റ്റെപ്പ് കയറാനും എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ വെച്ച് രണ്ടാമത്തെ നിയോഗമാണ് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി. അതായത് എനിക്ക് ജോലിയുണ്ട്, പക്ഷെ സാലറി പാസ്സായിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിൽ എൻ്റെ ജോലിക്ക് തടസ്സമാകാതെ ഹസ്ബൻഡിനൊരു ജോലി കിട്ടാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. മാതാവേ, ആ സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിനും എന്തെങ്കിലും ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണേന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ അതും ആദ്യ ഉടമ്പടിയിൽ തന്നെ 3 മാസത്തിനുള്ളിൽ 3 മാസം 90 ദിവസം തികയുന്നതിനുള്ളിൽ ഹസ്ബൻഡിന് പ്രൈവറ്റ് ജോബ് കിട്ടി. ഞങ്ങൾ ഒന്നിച്ച് പോയി ഒന്നിച്ച് തിരിച്ചു വരുമായിരുന്നു. അടുത്ത എൻ്റെ പ്രധാനപ്പെട്ട നിയോഗം, 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം, ഇതിപ്പോൾ എൻ്റെ മോനാണ്, ഇവന് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം 2ാം മാസം, അതായത് ആദ്യ സ്കാനിങ്ങിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതൊരു ഹോപ്പില്ല, അവിടെ ഫീറ്റസ് ഒന്നും കാണുന്നില്ല, ഹാർട്ട് ബീറ്റ് ഇല്ല, ഒരു നിഴൽ പോലെ മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എൻ്റെ മൂത്ത മകന് ഇപ്പോൾ 6 വയസ്സാണ്. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീടിനടുത്തും മറ്റു കുട്ടികളൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവനൊരു ഒറ്റപ്പെട്ട് പോയ പോലെയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു, അവനൊരു കൂട്ട്. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്. എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്താണ്, ചേച്ചിയോടൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരും എന്നോട് പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നീ ഉടമ്പടിയിലുള്ള ആളല്ലേ, നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ. അങ്ങനെ 5ാമത്തെ മാസം അടുത്ത സ്കാനിങ്ങിൽ അതുപോലെ എന്നോട് പറഞ്ഞിരുന്നു, അഥവാ ഇത് ഓക്കെ ആയി കിട്ടിയാലും പിന്നെ 2 ആഴ്ച വളർച്ച കുറവായിരിക്കും, പക്ഷെ 2 ആഴ്ച വളർച്ച കൂടുതലായി 5ാം മാസ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ മാതാവ് തന്നു. പിന്നീട് അങ്ങോട്ടേക്കും എൻ്റെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് സ്കൂട്ടറിലാണ് എന്നെ ഹസ്ബൻഡ് കൊണ്ടാക്കുന്നത്. അപ്പം സ്കൂട്ടിയിലിരുന്ന് പോകുമ്പോൾ കട്ടറുള്ള റോഡിൽ കൂടെ പോകുമ്പം കുലുങ്ങി, അതായത് റെസ്റ്റ് വേണ്ട സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് പ്ലാസിൻ്റെ പ്രീവിയ എന്ന് പറഞ്ഞൊരവസ്ഥയിലായി. അതിനേക്കാൾ വീണ്ടും ക്രിട്ടിക്കലായി. അങ്ങനെ 7ാം മാസം ഞാൻ ലീവിലായി. വീണ്ടും ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് പ്ലാസിൻ്റെ അക്രേറ്റ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് പോയി. എന്ന് വെച്ചാൽ യൂട്രസ് റിമൂവലൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ അവസ്ഥയിലും ഞാനിത് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഒരു കുഴപ്പവും വരാതെ മാതാവ് തന്ന കുഞ്ഞാണ്. ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പറയും, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിന് തരണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സ്കാനിങ്ങിൽ വരെ പ്ലാസൻ്റെ അക്രേറ്റ പറഞ്ഞതാണ്. 2 വട്ടം, 1 അല്ല 2 വട്ടത്തെ സ്കാനിങ്ങിലും പ്ലാസൻ്റെ അക്രേറ്റയാണ്. വയനാട്ടിലുള്ള എന്നോട് പറഞ്ഞു, കാലിക്കറ്റേക്ക് പോകണം, ഇവിടെ ഇത് എടുക്കൂല, ബ്ലീഡിങ് ആവും, അല്ലാത്ത പ്രശ്നങ്ങളാകുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വയനാട്ടിലുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മാതാവ് ഒരു അക്രേറ്റയോ പ്രശ്നങ്ങളോ യൂട്രസ് റിമൂവലോ ഇല്ലാതെ ആരോഗ്യത്തോടെ തന്നു. എന്നെയും ആരോഗ്യത്തോടെ നിർത്തി. അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതായിരുന്നു. എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞത്, 2 കിലോ പോലും വെയിറ്റ് നിൻ്റെ കാല് ശരിയാവുകയാണെങ്കിൽ, നീ ഇച്ചിരിയെങ്കിലും നടക്കാൻ പറ്റണമെങ്കിൽ 2 കിലോ എങ്കിലും നിൻ്റെ വെയിറ്റ് കൂടിയാൽ നിനക്ക് പിന്നെ പറ്റില്ല എന്നാണ്. ഇവന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 12 കിലോ ഞാൻ കൂടിയിരുന്നു. ഒരു കുഴപ്പവും എനിക്ക് വന്നില്ല. മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ അടുത്തൊരു നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അങ്കിള് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ ആ കുടുംബം പെട്ടെന്ന് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി. അങ്കിള് KSEBയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ പെൻഷൻ ഒന്ന് റെഡിയായി കിട്ടിയാൽ അവർക്കതൊരു വലിയ ആശ്വാസമാകുമായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട്, എൻ്റെ 1ാമത്തെ ഉടമ്പടി പുതുക്കലിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച അതേ ടൈമിൽ ആ മാതാവ് ആ പേപ്പർ അവർക്ക് ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞു, എന്നോടാണ് ആദ്യം അത് പറയുന്നതെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഉടമ്പടി എടുത്തത് അവർക്കറിയായിരുന്നു എൻ്റെ നിയോഗമാണെന്ന്.
അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗം, എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൈവറ്റ് ജോബാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ സാലറി പാസ്സായി കിട്ടുന്നതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അത് മാതാവ് കുറേ എടുത്ത് മാറ്റി അവസാനത്തെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അദ്ദേഹം PSCയുടെ ലിസ്റ്റിലുള്ളതാണ്, ഇതിന് മുന്നേയൊക്കെ എഴുതി ലിസ്റ്റിലുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്പർ എത്തുമ്പോൾ ക്യാൻസലായി പോവും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിനക്ക് എല്ലാം അറിയാവുന്ന ആളാണ്, എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇപ്പോൾ PSC ജോലി കിട്ടി കാലിക്കറ്റ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യപ്രവൃത്തികൾ, ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് ഫിസിക്കലായിട്ട് ചെയ്യാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കാലിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് അത് ഒരുപാടല്ല, എൻ്റെ സാമ്പത്തിക ചുറ്റുപാടിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയിട്ട് ഞാൻ സാമ്പത്തികമായി സഹായിച്ചു വരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഹോസ്പിറ്റലുകളിലും എനിക്ക് അറിയുന്ന പുതുതായിട്ട് പരിചയപ്പെടുന്നവരോടും ആരെ കണ്ടാലും ഞാൻ പറയും, എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോട് ഇവിടെ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കൃപാസന അമ്മയുടെ അടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ മൂലം പല ആളുകളും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതുമാണ്. ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. വിശുദ്ധ